ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നോമ്പ് വിചാരങ്ങളിലേക്ക് സ്വാഗതം. വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 16 മുതലുള്ള തിരുവചനം. എപ്പോഴും സന്തോഷിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ. ഇതായിരിക്കണം യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈവഹിതം. എന്താണ് കൃതജ്ഞത? എനിക്ക് വേണ്ടി നിന്ദനങ്ങളേറ്റ് എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചവനോട് ഞാൻ നടത്തുന്ന ഹൃദയപൂർവമായ സംഭാഷണമാണ് കൃതജ്ഞത. എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ കൃതജ്ഞതയേകണം. കാരണം അവനില്ലായിരുന്നെങ്കിൽ ഞാനില്ല. അവനില്ലായിരുന്നുവെങ്കിൽ പാപത്തിൻ്റെ നരകാഗ്നിയിൽ പിടഞ്ഞ് മരിക്കുമായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതം കൃതജ്ഞതയുടെ ജീവിതമാകണം. ഈ നോമ്പുകാലം നമ്മുടെ ജീവിതത്തിൽ കൃതജ്ഞത എന്ന പുണ്യം വളർത്തിയെടുക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.